ഞാൻ തോമസ് ആണ്. മന്ത്രി ഭാർഗവൻ സാറിന്റെ വീടല്ലേ? ആരാ സംസാരിക്കുന്നത്? മന്ത്രി ആയിരുന്ന ഭാർഗവൻ തന്നെയാണോ സംസാരിക്കുന്നേ? സാർ, ഞാൻ ആ മാസികക്കാരെ വിളിച്ചിരുന്നു. പക്ഷെ അടുത്ത ആളെ കുറിച്ചുള്ള മാറ്റർ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് അയാൾ പറഞ്ഞത്. പച്ചക്കള്ളം. ഇനി കിട്ടിയാൽ തന്നെ അയാൾ തന്നോട് സത്യം പറയോ? അതല്ല സാർ, എന്റെ ഒരു പരിചയക്കാരൻ ആ മാസികയിൽ ജോലി ചെയ്യുന്നുണ്ട്. അയാളും പറഞ്ഞു മാറ്റർ ഒന്നും കിട്ടിയിട്ടില്ലെന്ന്. ഓ, 2-3 ലക്ഷം വേണമെങ്കിൽ അവൾക്ക് വൈകിട്ടേക്കാം. എന്നാലെങ്കിലും അങ്ങനെ പേടിച്ചാലോ തോമസേ? സാറിനത് പറയാം. എന്റെ വിഷമം എനിക്കല്ലേ അറിയൂ. മൂത്ത മകളുടെ കല്യാണം വരെ ഉറച്ചിരിക്കുക. ഈ സമയത്ത് അവള് കയറി വല്ല എഴുതി പറ്റിച്ച നാണക്കേടാ. അതുകൊണ്ടാ ആ വിശ്വത്തിന്റെ കല്യാണം ഇവള് കാരണമാണ് മുടങ്ങിയെന്നൂടെ കേട്ടപ്പോ കർത്താവേ ചങ്കിടിച്ചു പോയി. അവൾ ഇവിടെ ഏതോ ഷൂട്ടിങ്ങിന് എത്തിയിട്ടുണ്ടെന്ന് കേട്ടു. അവൾ ചെന്നൊന്ന് കണ്ടാലോ? ഞാൻ വേണമെങ്കിൽ അവിടെ കാല് പിടിക്കാം സാർ. ഒരു പെണ്ണിന്റെ മുമ്പിൽ ഇത്രയ്ക്കും തരം താഴെടോ തോമസേ? ഹലോ ഹലോ. നേരത്തെ പോണം. ഹലോ, പ്രൊഡക്ഷൻ മാനേജർ കൃഷ്ണൻ സ്പീക്കിംഗ്. സ്റ്റണ്ട് ഡയറക്ടർ പുറപ്പെട്ടില്ലെന്നോ? ഹിന്ദി പടത്തിന് ബോംബെക്ക് പോയിരിക്കുന്നോ? എങ്ങനെ? വേറെ ആളയക്കുന്ന കാര്യമേ ഞാൻ ഡയറക്ടറോടൊന്ന് ചോദിക്കട്ടെ. എന്താ കണ്ണു തിരിയിലാണ് മുണ്ടം? കോസ്റ്റ്യൂമർ നടക്കുന്നു, കോസ്റ്റ്യൂമർ. സാർ, സ്റ്റണ്ട് ഡയറക്ടർ വരുന്നില്ലെന്ന് സാർ. താങ്കൾ കാര്യം ചെയ്യും, ആ പാഷയോട് വരാൻ പറയൂ. നാളത്തെ ഫ്ലൈറ്റിന് വരാൻ പറയൂ. നാളത്തെ ഫ്ലൈറ്റ്. ഹലോ, ആരാ വേണ്ടത്? ജസ്റ്റ് എ മിനിറ്റ്. ഹലോ, മെഡ്രാസ് സ്റ്റണ്ട് യൂണിയൻ ഓഫീസിലോട്ടേ ഒരു കോൾ ഒന്ന് ബുക്ക് ചെയ്യണം. ഇപ്പൊ സംസാരിച്ച നമ്പർ തന്നെയല്ലേ? ആ നമ്പറിനാണ് സാർ, അർജന്റ്. പിന്നെ മദ്രാസിൽ നിന്ന് സെക്കൻഡ് ഹീറോയിനായിട്ട് അഭിനയിക്കാൻ ഒരു പെണ്ണ് വരും. അവർക്ക് റൂം നമ്പർ 34 തന്നെ കൊടുക്കണം. ശരി, കൊടുക്കാം. മിസ്റ്റർ കൃഷ്ണൻ, എന്തോ ആശുപത്രി റെഡിയാ വരാൻ പറയൂ. ഇപ്പൊ കൊണ്ടുവരാം സാർ. വേറെ വിശേഷമൊന്നുമില്ലല്ലോ മോഹൻ? ശരി, ശനിയാഴ്ച ഞാൻ ഇവിടെ തന്നെ കാണും. ഞാനിവിടെ ഉണ്ടാവുമെന്നേ. ശരി, ബൈ. അതെ, ആ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. ഗുഡ് മോർണിംഗ് സാർ. ഷൂട്ടിംഗ് എപ്പോഴാ? സാറി വന്നേ. ഡയറക്ടർ ആകെ മൂടവിട്ടില്ല, പോയിട്ട് പിന്നെ വാ. കർത്താവേ, ഏത് നേരത്താണോ? എന്ത് പറ്റി? അല്ലേ, ഷൂട്ടിംഗ് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോ അയാൾ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുകയാണെന്ന്. എടോ, താൻ ഒരു ഒറ്റ ഒരുത്തക്കാരനാണ് ഞാൻ സിനിമ പിടിക്കാൻ ഇറങ്ങിയത്. വല്ല കലിങ്കോ പാലോ പറഞ്ഞ ഞാൻ എന്റെ കുഞ്ഞിനെ കഴിച്ചോണ്ടേ. പടം പിടിക്കാൻ പറഞ്ഞത് ഞാനാ, പക്ഷെ ഡയറക്ടർ ബുക്ക് ചെയ്ത് അവസരപ്പിച്ചനാ. നല്ല മര്യാദക്കാര് പിള്ളേരെ ഞാൻ ബുക്ക് ചെയ്ത് വരുമായിരുന്നല്ലോ. എടോ, എവിടോ തന്നെ ഹീറോയിനി? അമ്മമാരാണ് കിറങ്ങാറായില്ലേ? ഇപ്പൊ വരും സാർ. ഔസേപ്പച്ചോ, ഔസേപ്പച്ചൻ രാവിലെ എന്നെയാണോ ചീത്ത പറയുന്നത്? ഏയ്, ഞാനോ? ഇന്നലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എത്തിയപ്പോ ലേറ്റായി. വെളുപ്പിന് 3 മണിക്കാ എത്തിയത്. ഔസേപ്പച്ചന് അറിയോ? അത് പിന്നെ എനിക്കറിയത്തില്ലയോ? അശ്വതിയെ എന്തിനാ നേരത്തെ വിളിച്ചത് ഞാൻ കൃഷ്ണോട് ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ പടം തുടങ്ങിയേ ഉള്ളൂ, അപ്പോഴേക്കും ഔസേപ്പച്ചൻ സിനിമാ ഭാഷയൊക്കെ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയൊന്നുമില്ല. വണ്ടി കയറ്റി അയക്കണോ? ആണോ ഇങ്ങോട്ട്? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്.
തേൻ മലർച്ചൊരിയും ചക്രവർത്തി കുമാര. ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് എത്ര നേരമായി? നിങ്ങൾ വന്ന് കഴിക്കുന്നില്ലേ? വരുന്നടി. അശ്വതി റൂമിലുണ്ടോ? ഉണ്ട് സാർ. താങ്ക്സ്. നമസ്കാരം സാർ. ഒരാളുണ്ടോടോ? ഇല്ല സാർ, ഇപ്പൊ വീട്ടിൽ പോയതേ ഉള്ളൂ. വാ. ഹലോ, ഗുഡ് ഈവനിങ് ഹോട്ടൽ പ്രസിഡന്റ്. ആരെ വേണം? അശ്വതിയോ? പ്ലീസ് ഹോൾഡ് ഓൺ. ഹലോ, മാഡത്തിന്റെ കാറുണ്ട്. പ്ലീസ് ഹോൾഡ് ഓൺ. ഹലോ ഹലോ, സോറി, കട്ടായി. കോളോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെന്ന് തോന്നുന്നു.
എന്തായി? തീർന്നു? പറയാം. എല്ലാം ഭംഗിയായി കഴിഞ്ഞു. ഒരു കുഞ്ഞും അറിയില്ല. ആത്മഹത്യയായി കരുതിക്കൊള്ളൂ. ആത്മഹത്യയോ? എങ്ങനെ? ഞാൻ അവളെ കഴുത്ത് ഞെരിച്ചു കൊന്നു. കൊലപാതകമാണെന്ന് സംശയിക്കാതിരിക്കാൻ വേണ്ടി സാരിയിൽ കെട്ടിത്തൂക്കി. സത്യമാണോ നീ പറഞ്ഞത്? അതെ. ദാ പണം. ഈ സത്യം നീയും ഞാനുമല്ലാതെ മറ്റാരും അറിയില്ല.